ഇന്ദിരാഭവന്റെ ആസ്ഥാനത്തേക്ക് ഇനി കൊടിക്കുന്നിലോ? കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിൽ വ്യക്തത വന്നു. അതിവേഗ നടപടികളുമായി UDF സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പക്ഷേ പിന്നാലെ ഇനി KPCC അധ്യക്ഷന്റെ ഇരിപ്പിടത്തിൽ ആര് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ ചില ചരടുവലികളും പിടിവലികളും നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പുറമേക്ക് ഒന്നും ആളിക്കത്തുന്നില്ലെങ്കിലും അകത്ത് ചിലതൊക്കെ പുകയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ദിരാഭവന്റെ താക്കോൽ കൊടിക്കുന്നിലിന് എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനകൾ. മന്ത്രിസ്ഥാനമേറ്റ സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവി ഒഴിയുന്നതോടെ പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസമായി കോൺഗ്രസിൽ സജീവമായിരുന്നു. 5 ലോക്സഭാ അംഗങ്ങളും ഒരു MLAയും രംഗത്തുള്ള മത്സരത്തിൽ 8 തവണ ലോക്സഭാ അംഗവും നിലവിലെ KPCC പ്രവർത്തക പ്രസിഡന്റുമായ കൊടിക്കുന്നിൽ സുരേഷിന് മുൻതൂക്കമുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. ദളിത് വിഭാഗത്തിന് സംസ്ഥാന കോൺഗ്രസിന്റെ പരമോന്നത സംഘടനാ പദവി നൽകണമെന്ന വിലയിരുത്തലും കൊടിക്കുന്നിലിന്റെ സാധ്യതകൾക്ക് പച്ചക്കൊടിയായി മാറാൻ സാധ്യതയുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ലോക്സഭാ അംഗങ്ങളായ ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശൻ, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി എന്നിവരും രംഗത്തുണ്ട്. MLAമാരിൽ നിന്ന് മാത്യു കുഴൽനാടൻ മാത്രമാണ് സജീവ പരിഗണനയിലുള്ളത്. സംഘടനാ പരിചയം, ഗ്രൂപ്പ് സന്തുലനാവസ്ഥ, സാമൂഹ്യ സമവാക്യങ്ങൾ, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം എന്നിവ കണക്കിലെടുത്താണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ. മുഖ്യമന്ത്രി, മന്ത്രിസഭ, KPCC അധ്യക്ഷൻ എന്നീ അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ സാമൂഹ്യ സന്തുലനാവസ്ഥ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ പ്രധാന സ്ഥാനങ്ങളും മറ്റ് വിഭാഗങ്ങൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ KPCC അധ്യക്ഷനാക്കുന്നത് ശക്തമായ രാഷ്ട്രീയ സന്ദേശമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കൂടുതൽ ശക്തമായി ഉയർന്നു വരികയാണ്. കളികൾ തലസ്ഥാനത്ത് മാത്രമല്ല, രാജ്യ തലസ്ഥാനത്തേക്കും നീങ്ങിയിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തിനായുള്ള ചരടുവലികൾ ഡൽഹിയിലേക്കും നീങ്ങിയിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകളും നേതാക്കളും തങ്ങളുടെ നിലപാടുകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ദീർഘകാല പാർലമെന്ററി പരിചയവും സംഘടനാ രംഗത്തെ സജീവ സാന്നിധ്യവും സാമൂഹ്യ പ്രാതിനിധ്യവും കണക്കിലെടുക്കുമ്പോൾ കൊടിക്കുന്നിലിന് നിലവിൽ മേൽക്കൈയുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. 2021 കെ സുധാകരൻ KPCC അധ്യക്ഷനായതിനു ശേഷം സംസ്ഥാന കോൺഗ്രസ് സംഘടനയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. UDF അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ സംഘടനയെയും സർക്കാരിനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലൂടെ പാർട്ടിക്കുള്ളിൽ വ്യക്തമായ സന്ദേശം നൽകാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച അന്തിമ തീരുമാനം ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വരുന്നതുവരെ പേരുകൾ സജീവ ചർച്ചയിലുണ്ടാകുമെങ്കിലും ആ താക്കോൽ കൊടിക്കുന്നിലേക്ക് നീങ്ങുകയാണെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ ഇപ്പോഴത്തെ സംസാരം.